വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി. എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ, നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നാളുകൾ കഴിച്ചിടും ഞാൻ ഈ വരുവിൽ, നാളുകൾ കഴിച്ചിടും ഞാൻ ഈ വരുവിൽ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി. എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണങ്ങൾ എന്നറിയപ്പെടുന്ന തിരുവചന ഭാഗമാണ് മത്തായി 24:3 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ രണ്ടാം വരവിനോട് ബന്ധമുള്ള അനേക സത്യങ്ങൾ ഈ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ഈ പ്രഭാഷണ മധ്യയെ കർത്താവ് പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. മത്തായി 24:21. ഈ വലിയ കഷ്ടതയെക്കുറിച്ചുള്ള സൂചന ദാനിയേൽ 9-ാം അധ്യായത്തിൽ കാണാം. ദാനിയേൽ 9:24 പറയുന്നത്, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 7ഉം 62ഉം ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെടും. പിന്നെ അതായത് അവസാനത്തെ ആഴ്ചവട്ടത്തിൽ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. വരുവാനിരിക്കുന്ന പ്രഭു ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ദാനിയേൽ 9:24 മുതൽ 27 വരെ. ഒരാഴ്ചവട്ടം എന്നത് 7 വർഷം ആയിരിക്കും. ഇവിടെ പറയുന്നത് 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെടും. ഇത് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശ് മരണത്തോട് കൃപയുടെ യുഗം ആരംഭിച്ചു. കൃപായുഗത്തിലാണ് യേശു കർത്താവിൻ്റെ ആത്മീക രാജ്യത്തിൻ്റെ വളർച്ച നടക്കുന്നത്. ഈ ആത്മീക രാജ്യത്തിൻ്റെ പൂർത്തീകരണം കർത്താവിൻ്റെ പുനരാഗമനത്തോടെ സംഭവിക്കും. നാം ഇന്ന് ജീവിക്കുന്നത് കൃപായുഗത്തിൽ ആണ്. യേശു കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ നാളുകൾ, അതായത് കൃപായുഗം അവസാനിക്കുമ്പോൾ കർത്താവ് മേഘങ്ങളിൽ വരും. അന്ന് രക്ഷിക്കപ്പെട്ട തൻ്റെ സഭയെ അവൻ മേഘങ്ങളിൽ ചേർക്കും. 1 തെസ്സലോനിക്കർ 4:16 മുതൽ 18 വരെ, 1 കൊരിന്ത്യർ 15:51-52 വാക്യങ്ങൾ. രക്ഷിക്കപ്പെട്ട തൻ്റെ സഭ എടുത്തുകൊള്ളപ്പെട്ടതിനാൽ ഈ ഭൂമിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. മത്തായി 13:24 മുതലുള്ള വാക്യങ്ങളിൽ നല്ല വിത്തിൻ്റെയും കളകളുടെയും ഉപമയിൽ കോതമ്പും കളയും ഒരുമിച്ച് വളരുകയും കൊയ്ത്തിൽ കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും കള പറിച്ചുകൂട്ടി ചുറ്റുകളയുകയും ചെയ്യും എന്ന് പറയുന്നു. മത്തായി 13:24 മുതൽ 30 വരെ. അതായത് തൻ്റെ സഭയെ തന്നോടുകൂടി ചേർക്കുകയും പാപികളെ ഭൂമിയിൽ തള്ളിക്കളയുകയും ചെയ്യും. ഇങ്ങനെ തള്ളപ്പെടുന്നവർ എതിർ ക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുകയും അവർ മഹാകഷ്ടത്തിലാവുകയും ചെയ്യും. ഈ കഷ്ടതയെക്കുറിച്ച് ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കും, അത് യാക്കോബിൻ്റെ കഷ്ടകാലം തന്നെ എന്ന് യിരെമ്യാവ് 37 പറയുന്നു. യാക്കോബിൻ്റെ കഷ്ടകാലത്തെക്കുറിച്ച് കർത്താവ് വലിയ കഷ്ടം എന്ന് പറഞ്ഞത് മത്തായി 24:21. ഭൂമിയുടെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, മനുഷ്യൻ അന്യോന്യം കൊല്ലുകയും ഭൂമിയിൽ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. 6:4. കൽമഴ, തീയ് ഇവ ചൊരിയപ്പെടും. സമുദ്രത്തിലെ വെള്ളം രക്തമായി തീരും. സൂര്യനും ചന്ദ്രനും കരിമ്പടം പോലെ ഇരുളും. മനുഷ്യൻ മരിക്കത്തക്കവണ്ണം അതിവേദനയും ദണ്ഡനവും ഉണ്ടാവും. എന്നാൽ മരണം മനുഷ്യനെ വിട്ട് ഓടിപ്പോകും. 8:7 മുതൽ ഉള്ള വാക്യങ്ങൾ 9:6. മരിക്കുവാൻ ആഗ്രഹിച്ചാൽ പോലും മരിക്കാനാവാത്ത സ്ഥിതി. യാക്കോബിൻ്റെ കഷ്ടകാലം അഥവാ മഹോദരകാലത്തെ ഇടപാട് പ്രധാനമായി യഹൂദിന് വേണ്ടിയായിരിക്കും. എന്നാൽ ഈ കഷ്ടതയുടെ നടുവിലും അവർക്ക് പിന്നെയും ഉദ്ധാരണത്തിൻ്റെ സമയം ദൈവം കൊടുക്കുന്നുണ്ട്. യഹൂദൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ മഹോദ്രവത്തിൻ്റെ മധ്യഘട്ടത്തിൽ യഹൂദനോടുള്ള എതിർ ക്രിസ്തുവിൻ്റെ നിയമം അതികഠിനമാകുമ്പോൾ യഹൂദൻ ദൈവത്തിങ്കിലേക്ക് തിരിയും. യഹൂദനുണ്ടാകുന്ന മനംതിരിവിൻ്റെ സന്ദർഭം വെളിപ്പാട് 13 മുതൽ 17 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്.
ഇവിടെ പറയപ്പെടുന്ന മൃഗത്തിൻ്റെ പ്രതിമ യെരുശലേം ദേവാലയത്തിൽ സ്ഥാപിക്കും. ദാനിയേൽ 9:27, 11:31, മത്തായി 24:15, 2 തെസ്സലോനിക്കർ 2:4. ദേവാലയത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ മാത്രമേ തങ്ങൾ സ്വീകരിച്ചതും തങ്ങളെ ഭരിക്കുന്നതുമായവൻ മശീഹ അല്ല എന്ന് യഹൂദൻ മനസ്സിലാക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ യഹൂദന് വിഗ്രഹ ആരാധന ഇല്ല. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ ഓർക്കും, ഞങ്ങൾ ക്രൂശിൽ തറച്ചത് ക്രിസ്തുവാണല്ലോ, ആ ക്രിസ്തുവാണല്ലോ മശീഹ. ഈ സമയത്താണ് സഖരിയ 12:10 പറഞ്ഞിരിക്കുന്നത് പ്രകാരം യഹൂദൻ തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കുന്നത്. തുടർന്ന് അവർ എതിർ ക്രിസ്തുവിനെ എതിർക്കും. ഈ സമയം യഹൂദൻ്റെ മേൽ വലിയ പീഡനമുണ്ടാകും. അവർ ദൈവവചനത്തിനായി ആഗ്രഹിക്കും. അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ദൈവവചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കുമെന്ന ആമോസ് 8:12 പറയുന്നത്. മഹോദ്രവത്തിൻ്റെ അവസാനം കർത്താവ് തൻ്റെ വിശുദ്ധന്മാരോടുകൂടി ഭൂമിയിലേക്ക് വരും. സെഖര്യാവ് പറയുന്നത് അന്നാളിൽ അവൻ്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും. സെഖര്യാവ് 14:4 വാക്യം. ഭൂമിയിലെ വലിയ കഷ്ടതയുടെ നാളിൽ സഭ ഭൂമിയിൽ ഇല്ല. അവർ ക്രിസ്തുവിനോടുകൂടി മേഘങ്ങളിൽ ആയിരിക്കും. മഹാപീഡനത്തിൻ്റെ അനുഭവത്തിൽ വീഴാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ നാം അവനോട് കൂടെ ആയിത്തീരണം. അതിന് ഈ കൃപയുടെ നാളിൽ മനം തിരിഞ്ഞ് കർത്താവിങ്കിലേക്ക് നാം മടങ്ങി വരണം. കർത്താവേ, എൻ്റെ വീണ്ടെടുപ്പുകാരനെ എതിരേൽപ്പാൻ ഒരുങ്ങി കാത്തിരിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. മാറാജലം ഞാൻ കുടിച്ചിടിലും, മാറാജലം ഞാൻ കുടിച്ചിടിലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, മാധുര്യമേറിടുന്ന നിൻ വചനം, മാധുര്യമേറിടുന്ന നിൻ വചനം, എന്നാവിനവ അതിമധുരം തന്നെ, എന്നാവിനവ അതിമധുരം തന്നെ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തു